പാർലമെന്റിന്റെ ഇരുസഭകളിലും തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ്. വോട്ട് ചോരി ചർച്ചയാക്കാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിലും SIR വോട്ട് ചോരിയോ അല്ല ചർച്ചാ വിഷയമെന്നിരിക്കെ വിഷയത്തിൽ സർക്കാർ കൈകഴുകുകയാണ്. ഒരു സഭയിൽ വോട്ട് ചോരി ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് വന്ദേമാതരം ചർച്ചയാണ്. രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയിൽ പാർലമെന്റിനും ഒന്നും ചെയ്യാനാവുന്നില്ല എന്നാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് VR അനൂപ്, മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവർ. ആദ്യം ഡോക്ടർ A. സമ്പത്തിലേക്ക്. സമ്പത്ത്, ഇവിടെ ഈ ചർച്ചാ വിഷയം തന്നെ വോട്ട് പരിഷ്കരണമാണ്. 1 നാഷൻ 1 ഇലക്ഷൻ എന്ന ഒരു അജണ്ടയാണ് സർക്കാർ പാർലമെന്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ വോട്ട് ചോരി ചർച്ചയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം വിജയകരമാവുന്നുണ്ട്? അജിംസ, ഇതൊരു നമ്മൾ ഒരു ചെറിയ ഒരു ഫ്രെയിമില്ലേ, അതൊരു വളരെ ലഘുവായ ഒരു അജണ്ടയായി നമ്മളാരും ദയവായി ചിന്തിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഞാനൊരു 3 മിനിറ്റ് താങ്കളോടൊന്ന് അഭ്യർത്ഥിക്കുന്നത്, ഞാൻ അധികം രാഷ്ട്രീയം പറയാനല്ല. ഒന്ന്, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഫാസിസത്തിൻ്റെ കടന്നുവരവ്, അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ, ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റേതായിട്ടുള്ള എല്ലാ ലാഞ്ചനകളും അതിൻ്റെ എല്ലാ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നടപടികളിലും അത് എല്ലാം നടത്തുന്നുണ്ട് എന്നുള്ളത്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഈ നമ്മൾ മുമ്പ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട് സമ്മതിദായകരുടെ ഏറ്റവും വിലപ്പെട്ട അവകാശം എന്നത് വോട്ടവകാശം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. ഞാനെല്ലാം രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. ഈ വോട്ടർമാരുടെ പേര് ചേർക്കുന്നത്, സമ്മതിദായകർക്ക് ആ സമ്മതിദാന അവകാശം നിങ്ങൾക്കുണ്ട്. അവിടെയാണ് നിങ്ങൾ എല്ലാവരും തുല്യരാകുന്നത്. നിങ്ങൾ നിർബന്ധമായി ആദ്യം വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ചേർക്കുക, ഈ വോട്ടർമാരായിട്ടുള്ള ആളുകളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിന് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകർ, പൊതുപ്രവർത്തകരായിട്ടുള്ളവർ, ജനപ്രതിനിധികൾ, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, നമ്മുടെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ജസ്റ്റ് ലൈക്ക് റീച്ചിങ് ദി അൺറീച്ച്ഡ് എന്നുള്ള നിലയിലാണ്. ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിലേക്ക് പോലും ചെന്ന നിങ്ങൾ ഇന്ത്യക്കാരാണ്, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടവരാണ്, നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ അപ്പോൾ എന്താ നമ്മൾ അവിടെ കാണുക എന്നുള്ളത്? നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു കാര്യം പൗരൻ്റെ, സമ്മതിദായകൻ്റെ അവകാശം എന്നുള്ളതിന് പകരം ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് യു ആർ അറ്റ് ദ മെഴ്സി ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിലേക്ക്. നിങ്ങൾക്ക് വോട്ടവകാശം വേണമെങ്കിൽ നിങ്ങൾ ഭരണകൂടത്തിൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങൾക്ക് വോട്ടവകാശം എന്നുള്ള നിലയിലേക്ക്. അത് ഇന്ത്യയുടെ ഈ ഭരണഘടനയ്ക്ക്, എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ചും ചുമതലകളെ സംബന്ധിച്ചും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 15 പാർട്ട് 15 അതിലെ ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ എന്നുള്ളത് സത്യസന്ധം, സുതാര്യം എന്നുള്ളത്, നീതിപൂർവം എന്നുള്ള നിലയിലും അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതും, അതിനപ്പുറമായി ഇത് അടയ്ക്കപ്പെട്ട വാതിലായി സത്യസന്ധമാണോ എന്ന് സംശയമുണ്ടാകുന്ന നിലയിൽ, ഇത് നീതിപൂർവമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന നിലയിലേക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, വിമർശനങ്ങൾ, സംവാദങ്ങൾ അത് അടയ്ക്കുന്ന നിലയിലേക്ക് ഭൂരിപക്ഷം ലോക്സഭയിലുണ്ട് എന്നുള്ളത് കൊണ്ട്, ഒറ്റയ്ക്കൊരു പാർട്ടിക്കല്ലെങ്കിലും അവരുടേതായിട്ടുള്ള മുന്നണി അതുപയോഗിച്ച് ഈ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അത് അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി കയറേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ട് എന്ന് സ്വയം സങ്കല്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഈ നമ്മൾ എല്ലാവരും സമന്മാരായിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും കണ്ടില്ല, കേട്ടില്ല എന്നുള്ള നിലയിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഈ തീവ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എത്ര തവണയാണ് കേരളത്തിലെ സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ തീയതി നീട്ടണം എന്നാവശ്യപ്പെട്ടത്?
നീട്ടേണ്ട കാര്യമില്ല എന്ന നിലപാടെടുത്തത് ആരായിരുന്നു? നീട്ടുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? എന്നിട്ട് നീട്ടിയത് ആരായിരുന്നു? ഇന്ന് ഈ ചർച്ച നടക്കുന്ന വേളയിലൊന്ന് നോക്കൂ. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ, അല്ലേ, ഇപ്പോൾ അത് അജിംസിൻ്റെ കയ്യിലേക്ക് ആ വാർത്ത വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്ന് നോക്കിയ ആ വാർത്ത ഇപ്പോൾ അത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയുണ്ടല്ലോ. അതിൽ ഈ പശ്ചിമ ബംഗാളിലെ അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലെ ഈ തീവ്ര വോട്ടർ പരിഷ്കരണത്തിൻ്റെ തീയതി നീട്ടാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൊണ്ടെത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തങ്ങൾക്കിഷ്ടമില്ലാത്ത, തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമ്മതിദായകരെ അവരെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയാൽ പേര് ഇല്ലാതെ വോട്ടുണ്ടെങ്കിലല്ലേ അജിംസെ ചെയ്യാൻ കഴിയുള്ളൂ. ആളുള്ളത് കൊണ്ട് വോട്ടാവോ? ഇല്ലല്ലോ. ആ വോട്ടർ പട്ടികയിൽ പേര്, ആദ്യത്തെ ഘടകം എന്നത് വോട്ടർ പട്ടികയിൽ പേര് എന്നുള്ളതാണ്. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക എന്നുള്ളതും ആ വോട്ടർമാർക്ക് സുരക്ഷിതമായി, സൗകര്യപ്രദമായി, സുഗമമായി വന്ന് അവർക്ക് അവരുടെ ധൈര്യപൂർവ്വം അവർക്ക് വന്ന് ആ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തലും ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അങ്ങേയറ്റം വരെയുള്ളത്, ഏറ്റവും ഒടുവിലവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരെയുള്ളൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ എവിടെല്ലാം സബോട്ടാഷിങ് നടത്താമോ, മാനിപ്പുലേഷൻ നടത്താമോ, അത്തരം കാര്യങ്ങൾ അത് ഉണ്ടാവരുത്. അതാരാണ് തടയേണ്ടത്, ആരാണ് ചെറുക്കേണ്ടത്, ആരാണ് ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ പെരുമാറേണ്ടത്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തിരി ഫ്ലോസ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ നവംബർ 29 CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് അത് വന്നിട്ടുള്ളതാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ ധൃതി പിടിച്ചെല്ലാം നടത്തുകയും 2002 ആണ്ട് ആലോചിച്ച് നോക്കൂ. നമ്മൾ 2025 ജീവിച്ചിരിക്കുന്നത്. 2002 വോട്ടർ പട്ടിക പരിഷ്കരണമായി എൻ്റെ വീട്ടിൽ BLO വന്നപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ പറയട്ടെ. എൻ്റെ സ്വന്തം അനുഭവം ഞാനങ്ങ് പറയുകയാണ്. വന്ന് അനിരുദ്ധൻ 100 വയസ്സ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ മരിച്ചിട്ട് കൊല്ലം 8 കഴിഞ്ഞു, അമ്മ മരിച്ചിട്ടും 8 കൊല്ലമായി. അമ്മയുടെ പേര് വോട്ടർ പട്ടികയിലില്ല, അവർ കൊണ്ടുവന്നിട്ടുള്ളതിനകത്ത്. അച്ഛൻ്റെ പേര് ഉണ്ട്, എൻ്റെ ഭാര്യയുടെ പേര് ഇല്ല, എൻ്റെ മകൾക്ക് വോട്ടില്ല. ഈ വീട്ടിൽ ഉള്ളത് എനിക്ക് മാത്രം വോട്ടവകാശം എന്നുള്ള നിലയിലേക്ക്. ഇതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരക്ഷരരായിട്ടുള്ളവരും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി വന്നിട്ടുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പലരും പോയിട്ടുള്ളവരുടെയും സമ്മതിദാനാവകാശം എന്തായിരിക്കും അവസ്ഥ? അവരുടെ അവകാശമല്ലേ നിഷേധിക്കപ്പെടുന്നത്? ഇത് എന്തിൻ്റേതായിട്ടുള്ള ലക്ഷണമാണ്? ഇതൊരു വഴിയാണ്. ദിസ് ഈസ് നോട്ട് എ മീൻസ് ഇൻ ഇറ്റ്സെൽഫ്. അങ്ങനെ അല്ല. ഇതൊരു വഴിയാണ്. ആ വഴി എന്നുള്ളത് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതും, ഒരു രാഷ്ട്രം, ഒരു പാർട്ടി എന്നുള്ളതും, ഒരു രാഷ്ട്രം, ഒരു നേതാവ് എന്നുള്ളതിലേക്കും അതിൻ്റേതായിട്ടുള്ള പിരമിഡ് ഇങ്ങനെ വാർത്തകളുടെ ഭാഗമാണ്. പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് നന്നായി അറിയാം ഈ സംവാദം കൊണ്ടോ ഈ ക്യാമ്പയിൻ കൊണ്ടോ അല്ല കാര്യം. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യതയും സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും നിർണ്ണയിക്കുന്ന ആ നിയമനിർമ്മാണം തന്നെയാണ് പ്രശ്നമെങ്കിൽ ആ നിയമനിർമ്മാണം മാറ്റേണ്ടതുണ്ട്. അതിന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് ജനങ്ങളെ തെരുവിലിറക്കി സർക്കാരിനെ തിരുത്തുക എന്നുള്ളത് സാധ്യമാണോ? അതല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അക്രോസ് ഓൾ എല്ലാ മുന്നണികൾക്കിടയിലും രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടാവുകയും അതിലൊരു സമവായത്തിലെത്തുകയും ചെയ്യുക എന്നുള്ളതും പ്രധാനമാണല്ലോ. അതിനപ്പുറം ഈ പ്രതിപക്ഷം ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് വ്യാമോഹിക്കുന്നതിൽ തന്നെ കാര്യമുണ്ടോ ആ പണി നടത്താതെ? തീർച്ചയായും ഇത് വളരെ ഒരു ചെറിയ പ്രക്രിയയല്ല. ഒരേ സമയം രാഷ്ട്രീയമായ പോരാട്ടങ്ങളും നിയമപരമായ വ്യവഹാരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയാണ്. ഇത് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു സംഘപരിവാർ ഭരണകൂടത്തോടാണ് നിരന്തരമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഒരു ദിവസം കൊണ്ട് ഇത് ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയിലല്ല ഇത്തരമൊരു പോരാട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്നത്. വളരെ കൃത്യമാണ്. ഇന്ത്യക്കകത്ത് നിരന്തരമായി 3 തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ, ഹരിയാനയിൽ, രാജസ്ഥാനിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, പറഞ്ഞ ഉടനെ ഇത് പരിഹാരം ഉണ്ടാകുമെന്നുള്ള അമിത ശുഭാപ്തി വിശ്വാസത്തിൽ തുടങ്ങിയ ഒരു പോരാട്ടമല്ല. പക്ഷെ ഇതിനെ കൃത്യമായി ഇന്ത്യക്ക് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിനെ പ്രശ്നവൽക്കരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അത് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഐക്യം ഒക്കെ അതിനകത്ത് വളരെ പ്രധാനമാണ്. അതിൽ കോൺഗ്രസ് നേതൃപരമായ പങ്കുവഹിക്കും. പ്രത്യേകിച്ചും ഇവിടെ ബഹുമാന്യനായ എ സമ്പത്ത്, അദ്ദേഹം ഒരു മുൻ MP, കേരളത്തിൽ അറിയപ്പെടുന്ന പാർലമെന്റ്
പാർലമെന്ററിയനാണ്. അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇത് പലപ്പോഴും ഞാൻ തന്നെ മീഡിയ വണ്ണിന്റെ ഫ്ലോറിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ആസാമിൽ മുൻ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്ക് പൗരത്വ പട്ടികയിൽ ഇത് നിഷേധിക്കപ്പെടുന്നു, പൗരത്വം തെളിയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്നുള്ള നിലയിലാണ്. പക്ഷെ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ MLA ആയിരുന്ന A. ഷുക്കൂറിന് DCC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വോട്ടർ പട്ടികയില്ലെന്നേ. അപ്പൊ ഇതൊന്നും സഹ്യന് വെളിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള മലയാളിയുടെ നിത്യധാരണയെ കൂടി പൊളിക്കുന്നതാണ്. കേരളത്തിനകത്തും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിനെതിരെ രാജ്യത്തുടനീളം സംഭവിക്കുന്നുണ്ട്, അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ ഈ പറയുന്ന ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. പാർലമെന്റ് പോലുള്ള സംവിധാനങ്ങളിൽ എങ്ങനെയാണ് BJP അതിന്റെ സമഗ്രാധിപത്യ സ്വഭാവം അടിച്ചേൽപ്പിക്കുന്നത് നമുക്കറിയാം. ചർച്ചകൾ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് സാധ്യമായ സന്ദർഭങ്ങളിൽ അത് പാർലമെന്റിലായാലും തെരുവിലായാലും ഇതുപോലുള്ള ചാനൽ ചർച്ചകളിലായാലും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് നമുക്ക് മുന്നിൽ സാധ്യമായ ഒരു കാര്യം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ജയം പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോൾ പോലും നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഒരു സമരത്തിനുള്ള പ്രതലം ഒരുക്കുക, ഒരു സംവാദത്തിലേക്ക് രാജ്യത്ത് നയിക്കുക. അത് വളരെ ഫലപ്രദമായി ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയുന്ന ജെൻസി എന്ന് പറയുന്ന ചെറുപ്പക്കാരോട്, പുതിയ തലമുറയോടൊക്കെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ഈ നമ്മൾ കരുതുന്നതിലും വേഗത്തിൽ പുതിയ ചെറുപ്പക്കാർ ഇത്തരം ചോദ്യങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്, അതുമായിട്ട് സംവദിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായൊരു ചർച്ചയ്ക്ക്, ഒരു സംവാദത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഒറ്റയ്ക്കോ രാഹുൽ ഗാന്ധി ഒരു നേതാവുള്ള നിലയ്ക്ക് ഒറ്റയ്ക്കോ നയിക്കേണ്ട പോരാട്ടമല്ല. നാളിതുവരെ കോൺഗ്രസിനോട് വിയോജിപ്പുള്ള ആളുകൾ, അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിൽ നിലനിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പുറമെ സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ചെയ്തത് രാജ്യത്തിന് മുന്നിലുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസിൽ തുടങ്ങി കോൺഗ്രസിൽ അവസാനിക്കേണ്ട ഒന്നല്ല എന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചു. ശരി, ശ്രീ എ. സജീവൻ, ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള ഭീഷണി എന്ന് പറയുന്നത് ഒന്ന് കേരളവും ബംഗാളും ഒക്കെ. ഇപ്പോൾ യു.പിയിലെ അവസ്ഥ കൂടി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. യു.പിയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടാൻ പോവുകയാണ്. യു.പി പോലൊരു വലിയ സംസ്ഥാനത്ത്. ബംഗാളാകട്ടെ, ബംഗാൾ ഒരു സ്പെഷ്യൽ ടാർഗറ്റാണ്. അവിടെ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷാ പ്രഖ്യാപിച്ചതാണ്. ആ നുഴഞ്ഞുകയറ്റക്കാരെ ചിതലുകൾ എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത്. ഇനി രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ ഇവിടെ ഡോക്ടർ എ സമ്പത്തും അനൂപും പറയുന്നത് കേട്ടല്ലോ. ഒരു DCC പ്രസിഡന്റിന് വോട്ടില്ല. A. അനിരുദ്ധൻ എന്ന് പറയുന്ന മഹാനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് ഡോക്ടർ എ സമ്പത്ത്. സമ്പത്തിൻ്റെ വീട്ടിൽ തന്നെ പലർക്കും വോട്ടില്ല, മകൾക്ക് വോട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ വോട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു അബദ്ധത്തിൽ നീക്കം ചെയ്യുന്നതല്ല, അത് നീക്കം ചെയ്യാൻ വേണ്ടി തന്നെ നീക്കം ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ചേർക്കുന്നവരാരാണ്, ഇനി അന്തിമ പട്ടിക വരുന്ന ആ സമയത്ത് ആരൊക്കെ വോട്ടുണ്ടാകും എന്ന് കേരളത്തിൽ പോലും ഒരു നിശ്ചയവുമില്ലാത്ത ഒരു പ്രക്രിയയാണ് SIR എന്നിരിക്കെ ഈ രാഷ്ട്രീയ കക്ഷികൾ പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്തിട്ട് ആരോടാണ് ചർച്ച ചെയ്യുന്നത്? അമിത്ഷായോട്. അമിത്ഷായോട് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു അംബേദ്കർ തോപ്പിച്ചത് നെഹ്റു ആണെന്ന മറുപടിയാണ് പാർലമെന്റിൽ കിട്ടുന്നത്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അജിംസ് ചോദിച്ച ചോദ്യം ഇപ്പോഴെന്നോട് ചോദിച്ചതും നേരത്തെ അനൂപിനോട് ചോദിച്ചതും വളരെ പ്രസക്തമാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇത് കാര്യമുണ്ടാവുന്നില്ല എന്നുള്ള ഇപ്പോൾ BJPയുടെ ലക്ഷ്യം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അവർ മറ്റാര് പറഞ്ഞാലും എത്രയെത്ര ബഹളം പാർലമെൻറ്റിലുണ്ടാക്കിയാലും പാർലമെൻറ്റിന് പുറത്തുണ്ടാക്കിയാലും അവരുടെ ലക്ഷ്യം ഒന്നാണ്. അത് ഏകാധിപത്യത്തിലേക്ക്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വേറൊന്നുമല്ലല്ലോ. ഒരു തീരുമാനിക്കുന്നത് ഒറ്റ ഒന്നിലേക്കായിരിക്കും. അതിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കുള്ള ഭരണം, അവർ പറയുന്ന ഇരട്ട എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ തത്വമായിട്ടൊരു രംഗത്തുള്ളത്. അപ്പോൾ അവർ എന്തെല്ലാം തരത്തിൽ ബഹളം കൂട്ടിക്കഴിഞ്ഞാൽ അവരതിലേക്കേ പോവുള്ളൂ. അവർ പക്ഷേ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവർ പറയുന്നതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംഗതി വേണമെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ പറഞ്ഞ ഒരാളാണ് മഹാത്മാഗാന്ധി. പക്ഷേ അതിവർ പറഞ്ഞ പോലെ ഏകാധിപത്യത്തിൻ്റെ രീതിയല്ല. അത് ഏറ്റവും താഴെ തട്ടിൽ വില്ലേജ് റിപ്പബ്ലിക് എന്ന അദ്ദേഹത്തിൻ്റെ, ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഗ്രാമസ്വരാജ്, ഓരോ
വില്ലേജിലേക്കുമുള്ള ആളുകളെ അവരുടെ അതിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കാൻ മാത്രം ആ ഒരു തിരഞ്ഞെടുപ്പാണ് വേണ്ടത്. പിന്നീട് അദ്ദേഹം പറയുന്ന തിരഞ്ഞെടുപ്പിൻ്റെ രീതി വേറെ ഒന്നാണ്. അവിടെയാണെങ്കിൽ ജനങ്ങൾക്ക് ശരിക്കും തങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പം ഈ ഏകാധിപതിയെ അത് സ്വാഭാവികമായിട്ടും അവർ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കുമല്ലോ, അല്ല അവരുടെ ഒരാളായിരിക്കുമല്ലോ. അങ്ങനെ രാജഭരണത്തിൻ്റെ മറ്റൊരു പതിപ്പായിട്ടുള്ള ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അതിനെ തടയുന്ന എന്തെല്ലാം പരിപാടികൾ വന്നാലും അവരതിന് വെട്ടിവീഴ്ത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ പല ആളിപ്പം ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് വോട്ടില്ല. ഞാനിപ്പോൾ SIR പുതുക്കലാണല്ലോ. 2002 വോട്ടർ പട്ടികയിൽ എൻ്റെ കുടുംബത്തിലാർക്കും എനിക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ വോട്ടില്ല. ഞാൻ നേരത്തെ ഉണ്ടായത് വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസിച്ചു. അപ്പോൾ നോക്കുമ്പോൾ 2 സ്ഥലത്തും വോട്ടില്ലാത്തൊരവസ്ഥ ആണിപ്പോൾ ആ പട്ടിക നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇനി ഞാനിവിടെ ഒരു വോട്ടറാണേ എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചെടുക്കാൻ ഞാൻ പിന്നാലെ പോകണം. അപ്പോൾ ഞാനിവിടുത്തെ ഒരു പൗരനാണ് എന്നും ഞാനിവിടെ ഒരു വോട്ടറാണ് എന്നും എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം വേണമെന്നും ഈ പറയുന്ന ഒറ്റ തവണയുള്ള വോട്ടാണെങ്കിലും എത്രാമത്തെ തവണയുള്ള വോട്ടാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു അവകാശം എനിക്ക് അവകാശം എന്ന് പോലും ഔദാര്യമെങ്കിലും വെച്ച് തരണമെന്നും പറയാനുള്ള ഇനി ഞാൻ കേൾന്ന് അപേക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും എത്രയോ ആളുകൾക്ക് വോട്ടില്ല, പല ആളുകളുടെയും വോട്ട് തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിയായ രൂപത്തിൽ ഇപ്പം എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടവകാശം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം ഫുൾ പ്രൂഫ് ആക്കി എടുക്കാവുന്ന ഏത് നടപടിയും അത് പാർലമെൻറ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ പാർലമെൻറ്റുകൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ഉണ്ടാക്കണം. ഇവിടെ അതല്ല. നേരത്തെ സമ്പത്ത് പറഞ്ഞ പോലെ ഇവിടെ തീരുമാനമെടുക്കുന്നത് അതിന് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും. അതിനേക്കാൾ ഔദ്ധത്യത്തോട് കൂടിയിട്ടാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി വോട്ട് ചോരി പ്രശ്നവുമായി വന്ന് രംഗത്ത് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കണം. അദ്ദേഹം കുറേ തെളിവുകളുമായിട്ടാണല്ലോ ഒരു സ്ഥലത്ത് ഇത്രയധികം ഒരു മുറിയിൽ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തത്ര ആളുകൾ അവിടെ വോട്ടുണ്ടാവുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. കുറേ പേർക്ക് കുറേ പ്രദേശത്ത് വോട്ടില്ലാതാവുന്നു. ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവരുമ്പോൾ അത് തെളിയിക്കാൻ രേഖകളായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് അതാണോ ജനാധിപത്യം? ഈ രീതിയിൽ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ജനങ്ങളുടെ അവകാശം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ. ഇതൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ അവിടെ എനിക്ക് പറയാനുള്ളത് അത് അനൂപിന് പോലുള്ള UDFൻ്റെ ആളുകളോട് കോൺഗ്രസിൻ്റെ ആളുകളോടാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവായിട്ടുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഉമർ അബ്ദുള്ള പറഞ്ഞ കാര്യം അറിയല്ലോ. ഞങ്ങളുടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ICUയിലാണ്. ആ ICUയിൽ കിടക്കുന്ന വല്ലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്വാസം വരും. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ തന്ത്രപൂർവ്വം മറ്റവർ മറികടക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ICUയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അത് മാറ്റിയെടുക്കലാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിക്കുണ്ടാകുന്ന ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നത് ആ രീതിയിൽ ഇന്ത്യ സഖ്യത്തെ ഒരു ശക്തമായ പോരാട്ട മുന്നണിയായിട്ട് മാറ്റിയെടുക്കുക. ഇതിപ്പം വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ അത് പോരാട്ടത്തിൻ്റെ ഒരു ശക്തിയാണെന്ന് ജനങ്ങൾക്കെങ്കിലും ബോധ്യപ്പെടണം. അതില്ലാതെ നമ്മളിങ്ങനെ ഇന്നത്തെ പാർലമെൻറ്റിലെ അവസ്ഥ പോലും നമ്മൾ നോക്കിയാൽ അറിയാം. ഇതൊക്കെ രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർ ഇവിടെ അമിത്ഷായുടെ മറ്റ് മറുപടി എന്നുള്ള കാര്യം നോക്കിയാൽ നിങ്ങൾ പറയണമെന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഈ അപഹാസ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ശക്തി സംഭരിക്കേണ്ടതുണ്ട്. അതിനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ശരി, ശ്രീ ഡോക്ടർ സമ്പത്ത്, ഇപ്പം നോക്കുക, അടുത്ത ഒരു ഭീഷണി എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിൽ ഈ SIR എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ബീഹാറിൽ കണ്ടതിൻ്റെ അതിനേക്കാൾ മാരകമായ ഒരു ഇമ്പാക്റ്റ് SIR ബംഗാളിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പൗരത്വ നിയമം ബംഗാളിൽ നടപ്പാക്കും എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതാണ്. അത് ഒരു വളഞ്ഞ വഴിയിലൂടെ SIRലൂടെ അതവിടെ നടപ്പാക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസ്സിന് ബംഗാളിൽ കാര്യമായ താല്പര്യമില്ല. ബംഗാളിൽ പോയി ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് കോൺഗ്രസ് തോന്നുന്നില്ല. കോൺഗ്രസ് അവിടെ ദുർബലമാണ്. CPMനെ സംബന്ധിച്ചും CPMനും അവിടെ ദൗർബല്യങ്ങളുണ്ട്. CPMനും അവിടെ ഇപ്പോൾ വോട്ട് ചോരിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൃണമൂൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്. പക്ഷേ ബംഗാളിൽ നടക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് വോട്ടില്ലാതാൻ പോകുന്ന ഒരു പ്രക്രിയ ബംഗാളിൽ നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നും അത്രയും സംഭവിക്കണമെന്നില്ല.
അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് മമതാ ബാനർജി. ഒറ്റയ്ക്കാണവർ. ഇന്ത്യ സഖ്യം എവിടെയാണ് എന്ന് ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ മതിയാവുമോ ബംഗാളിൽ? അജിംസെ, നമ്മുടെ പ്രേക്ഷകർ പോലും ചിലപ്പോൾ നമ്മുടെ ഇതിപ്പോൾ അജിംസ് പറഞ്ഞത് കേട്ടിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. എന്താണെന്നറിയോ, ഇന്ത്യ സഖ്യം എന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെയോ ഐക്യജനാധിപത്യ മുന്നണി പോലെയോ തമിഴ്നാട്ടിലെ DMKയുടെ നേതൃത്വത്തിലുള്ള പുരോഗമന ജനാധിപത്യ സഖ്യം പോലെയോ ഉള്ള ഒരു മുന്നണി അല്ല. അതായത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷ കക്ഷികൾ പിന്തുണ നൽകിയത് തന്നെ നേരത്തെ ഒരു പൊതു പരിപാടി, അങ്ങനെ ഒരു കോമൺ അജണ്ട, അങ്ങനെ ഒരു കോമൺ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനായി കഴിയില്ല എന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പുണ്ട്. ആ പൊതു മിനിമം പരിപാടി എഴുതി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഓർമ്മയുണ്ടല്ലോ, വിവരാവകാശ നിയമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചയാളാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന പേര് നിർദ്ദേശിച്ചത് തന്നെ വാസ്തവത്തിൽ യശസ്വീകരനായ സീതാറാം യെച്ചൂരിയാണ്. BJPക്കെതിരായിട്ടുള്ള, അവരുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള, അവരുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അതിന് കഴിയുന്നിടങ്ങളിലല്ല. അത് പറയുമ്പോൾ ഒരു കാര്യം, പല സംസ്ഥാനങ്ങളിലും ഇതിലെ ഘടകകക്ഷികൾ തമ്മിൽ യോജിപ്പില്ല, മത്സരമുണ്ട്, സ്വാഭാവികമാണ് ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ചയിലാണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിലെ 40% സമ്പത്തും സ്വത്തും ആസ്തിയും 40% വെറും 1% ആളുകളുടെ കയ്യിലാണ്. അതായത് 1% ആളുകളുടെ കയ്യിൽ ഈ ഇന്ത്യയിലെ 40% ടോട്ടൽ അസറ്റ്സ് എന്നുള്ളത്, ടോട്ടൽ വെൽത്ത് എന്നുള്ളത് അവരുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അത് കൊണ്ടുവന്നെത്തിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മണി പവർ, മസിൽ പവർ, മാനിപ്പുലേഷൻ പവർ, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നവർ പലയിടത്തും പരീക്ഷണശാലയാക്കുന്നുണ്ട്. വലിയ പ്രക്ഷോഭം ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് പാർലമെൻറ്റിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബൂർഷ്വാ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ അതിനകത്ത് പരിമിതമായിട്ടുള്ള, അവിടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ കഴിയുന്നിടത്തും വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയുന്നതും ചെയ്ത് തന്നെ വരണം. ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള അന്നത്തെ ഒരു വിയോജനക്കുറിപ്പായി VMSൻ്റെ ഒരു കുറിപ്പ് പഴയ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഇലക്ട്രൽ ബോണ്ടുകൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളത് വെച്ച് BJP കൊണ്ടുവന്നതാണ് അല്ലേ? അത് സുപ്രീം കോടതിയിൽ കേസായി, ഞങ്ങളെ പലരും കളിയാക്കി. ആ കേസിൽ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമാണല്ലോ സുപ്രീം കോടതി മുമ്പാകെ ചെന്നത്, മറ്റുള്ളവരും രാഷ്ട്രീയ കക്ഷിയല്ലല്ലോ, ഒരു പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയിരുന്നില്ലല്ലോ. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിരുദ്ധമെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമെന്നാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ് പൈലറ്റ് ചെയ്തതെങ്കിൽ മാന്യമായി അത് പൈലറ്റ് ചെയ്ത മന്ത്രി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഒന്ന് രാജിവെക്കുകയോ ചെയ്യണം. ആ പ്രധാനമന്ത്രി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്താ സംഭവിച്ചത്? പിന്നീടും അത് തന്നെ ചൊല്ലിക്കൊണ്ടേയിരുന്നു, തീരുന്നില്ല. നമ്മൾ 4 കാർഷിക നിയമങ്ങൾ പാസ്സാക്കിയതിനെ പറ്റി അറിയാമല്ലോ. ഇടതുപക്ഷ പാർട്ടികളുടെ അടക്കം MPമാരെ കൂട്ടത്തോടെ പുറത്താക്കിക്കൊണ്ട് വളരെ ലാഘവബുദ്ധിയോടുകൂടി 4 ഫാം ലോസ് പാസ്സാക്കിയെടുത്തത്. എന്തായിരുന്നു അന്ന് BJPയുടെ നേതാക്കൾ പറഞ്ഞത്? ഇത് രാഷ്ട്രത്തിലെ കൃഷിക്കാരുടെ, അവരുടെ എല്ലാം കുടുംബങ്ങളുടെ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ എതിർക്കുന്നവരെല്ലാം ദേശവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്, അവർ ഖാലിസ്ഥാൻവാദികളാണ് എന്നൊക്കെ പറഞ്ഞു. അർബൻ നക്സലൈറ്റുകളാണ് എന്നടക്കം പറഞ്ഞു. ഞാനടക്കം ആരോപണം കേട്ടയാളാണ് അർബൻ നക്സലൈറ്റ് എന്നുള്ള നിലയിലേക്ക്. അവരുടെ മേൽ എന്തെല്ലാമാണ് ചെയ്തത്? പോലീസിനെ കയറൂര് വിട്ടത്, സായുധ പോലീസിനെ കയറൂര് വിട്ടത്, അവരുടെ മേലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയത്, അങ്ങനെ പലരെയും കൊന്നത്. ഒരു കൊല്ലക്കാലം ജനങ്ങളുടെ പ്രക്ഷോഭം നടന്നു. ഓർമ്മയില്ലേ അജിംസെ? ഈ കേരളത്തിലടക്കം അത്തരത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും അവരടക്കം അവരുടെ പണിയായുധങ്ങളും ട്രാക്ടറും എടുത്ത് റോഡിലിറങ്ങിയില്ലേ? രാഷ്ട്രീയത്തിന് അതീതമായി അത്തരത്തിൽ വന്നില്ലേ? തൊഴിലാളികളടക്കം ദേശീയ പണിമുടക്കിലേക്ക് പോയില്ലേ? ആ 4 നിയമങ്ങളും പിൻവലിക്കേണ്ടതായി വന്നോ ഇല്ലയോ? എന്തുകൊണ്ടാണ് പിൻവലിക്കേണ്ടി വന്നത്? രാജ്യമാകെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് ശേഷം ഇത്തരത്തിൽ 1 കൊല്ലക്കാലത്തിലേറെ നീണ്ടുനിന്നതായ ഒരു ജനകീയ പ്രക്ഷോഭവും ഉണ്ടായിട്ടില്ല. അത് കർഷക പ്രക്ഷോഭമാണ്. ആ കർഷക പ്രക്ഷോഭം നൽകിയ ഒരു ആവേശമുണ്ട്, അതിൻ്റെ ഒരു വീറുണ്ട്, അതിൻ്റെ ഒരു വാശിയുണ്ട്, അതൊരു അനുഭവമാണ്. ആ അനുഭവം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലും
ഉണ്ടാവുക തന്നെ ചെയ്യും. ഒപ്പം നിയമപരമായ പോരാട്ടം, പാർലമെൻറ്റിലെ പോരാട്ടം, പാർലമെൻറ്റിന് പുറത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം, എവിടെല്ലാം പറയാൻ പറ്റുമോ അവിടെയെല്ലാം ഈ അപകടത്തെക്കുറിച്ച് പറയുക എന്നുള്ളത്. വിഷപ്പാമ്പിൻ്റെ അപകടം എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മഞ്ഞച്ചേരയും മണലയും കണ്ടാൽ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞച്ചേര ഭാഗ്യം കൊണ്ടുവരുമെന്ന് കാരണവത്തിമാർ പലരും പറയും. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഒരു ചൊല്ലാണിത്. അണലിയെ തിരിച്ചറിയാനായി കഴിയില്ല. 360 ഡിഗ്രിയിൽ എങ്ങനെയും അത് കൊത്തും. ഏറ്റവും അപകടകാരിയാണ്. വർഗീയത രാഷ്ട്രീയത്തിൽ ചാലിച്ചുകൊണ്ടുള്ള RSSൻ്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BJP ഈ രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും 33% വോട്ട് കിട്ടിയവരാണ് രാഷ്ട്രം ഭരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം നമ്മുടെ പ്രേക്ഷകരും. അല്ലാതെ ഒരു 45%, 50% വോട്ടൊന്നും കിട്ടിയിട്ടല്ല ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഭരണഘടനയാണ് അട്ടിമറിക്കപ്പെടുന്നത്. ഇവിടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംബന്ധിച്ച് തത്രപ്പെട്ട് പാസ്സാക്കിയതായിട്ടുള്ളൊരു നിയമമുണ്ട്. സുപ്രീം കോടതിയിൽ അതടക്കം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ തീവ്ര വോട്ടർ പരിഷ്കരണമുണ്ടല്ലോ, സർ എന്ന് നമ്മൾ പറഞ്ഞു, ഹൂ സർ ഇറ്റ് ഈസ് എന്നൊക്കെ നമുക്ക് പറയാം ഈ കാര്യത്തിൽ. അത് സംബന്ധിച്ചും സുപ്രീം കോടതിയിൽ കേസ് നിലവിലിരിക്കുകയാണ്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ തന്നെ പാർലമെൻറ്റിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാവുന്ന മേഖലകളിലെല്ലാം ഉന്നയിക്കണം. ഒരു കാര്യം കൂടി, ഒറ്റ സെക്കൻഡ്, ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനൊഴികെ നിങ്ങളാരെങ്കിലും പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിനകത്തൊന്ന് കയറിയിട്ടുണ്ടോ? ഒന്ന് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അജിംസ് മനസ്സിലാക്കാനുള്ളത്, പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വരാം, നോക്കി പ്രസംഗിക്കാം, തിരിച്ചു പോകാം. അവരെന്തു പറയുന്നുവെന്ന് കാണാനായി നാട്ടിലുള്ള ആളുകളും മാധ്യമപ്രവർത്തകരും ആരും വരേണ്ടതായിട്ടില്ല. സെൻട്രൽ ഹാള് പോലും ഇല്ലാത്തൊരു പാർലമെൻറ്റ് മന്ദിരം എന്ന് പറഞ്ഞാൽ ഹൃദയമില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ, വിയോജിപ്പുകളും സംവാദങ്ങളും വിമർശനങ്ങളും ഇതെല്ലാം വാസ്തവത്തിൽ പാർലമെൻറ്റിന് പുറത്തടക്കം ഇരുന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ അക്രോസ് എ കപ്പ് ഓഫ് ടീ, അത്തരത്തിൽ പല കാര്യങ്ങളും മഞ്ഞുരുകൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. വളരെ ഈ സംഘർഷപരമായിട്ടുള്ള പല കാര്യങ്ങൾ അതുപോലുമില്ലാതെ തങ്ങളുടെ മുഷ്കുപയോഗിച്ച് തങ്ങളുടെ ഭൂരിപക്ഷം എന്നുള്ള ന്യൂമറിക്കലായിട്ട് അവിടെ പാർലമെൻറ്റിനകത്തുള്ള അംഗബലം എന്നത് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, CBI, ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം ഈ വിധത്തിൽ ഇങ്ങനെ കരങ്ങളായി, ഭരണകൂടത്തിൻ്റെ കരങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ BJPയുടെ ചട്ടുകങ്ങളായി മാറുകയാണ്. മറ്റൊരർത്ഥത്തിൽ വേട്ട നായ്ക്കളെ പോലെ അഴിച്ചുവിടാൻ കഴിയുന്ന നിലയിലേക്കാണ്. കേന്ദ്ര പോലീസടക്കം ഇന്ത്യയുടെ പട്ടാളത്തിലേക്കടക്കം അതുകൊണ്ടാണല്ലോ ഈ കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളിലേക്കെല്ലാം, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിന് ഞാനൊരു രാജ്യവിരുദ്ധനാണ്, രാജ്യദ്രോഹിയാണ്, ഇനി ഞാൻ ഈ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയിൽ 4ാമതുള്ളൊരു രാഷ്ട്രത്തിലെ അതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും അപമാനിച്ചു എന്നൊന്നും പറയണ്ട. കാരണം ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലടക്കം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. ഇതൊക്കെ വളരെ ബോധപൂർവമുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള ഗൂഢാലോചനയുടെ മുട്ടപൊട്ടി പുറത്തു വരുന്ന വിഷസർപ്പങ്ങളാണ്. സജീവൻ, ഇവിടെ നോക്കുക, ഇപ്പോൾ ദുർബലമായൊരു NDA സർക്കാരാണ് ഭരിക്കുന്നത്. അവർക്ക് വേണ്ടത്ര നമ്പറില്ല. ആ നമ്പറില്ലാത്ത സമയത്താണ് അവർ ഏറ്റവും അഗ്രസീവായ റിഫോംസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്ന് നോക്കുക, TDPയെയോ അല്ലെങ്കിൽ JDUവിനെയോ ഈ അപകടത്തെക്കുറിച്ച് ബോധിപ്പിക്കാനായാൽ ഇത് തടയാൻ കഴിയും ഇന്ത്യ സഖ്യത്തിന്. അങ്ങനെ പോലും ഒരു രാഷ്ട്രീയമായ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത വിധം ദുർബലരാണോ ഇന്ത്യ സഖ്യം? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവായിട്ടുള്ള ഉമർ അബ്ദുള്ള പറഞ്ഞ കാര്യം. ഈ നേരത്തെ നമുക്കറിയാമല്ലോ, ഈ പല നേതാക്കന്മാരും, ഇപ്പോൾ NDAയോടൊപ്പം നിൽക്കുന്ന പല നേതാക്കന്മാരും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. വേണ്ട രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല, കോൺഗ്രസ് ഈ സഖ്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് പല ആളുകളും മാറിയിട്ടുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടതിന് ഈ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ, ഇപ്പോൾ നേരത്തെ സമ്പത്ത് പറഞ്ഞ പോലെ പാർലമെൻറ്റിലൊക്കെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മതിയോ? അദ്ദേഹം പറഞ്ഞ പോലെ കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റിനകത്ത് പ്രക്ഷോഭം മാത്രമേ അല്ലല്ലോ, പാർലമെൻറ്റിനകത്തല്ല ഉണ്ടായത്. പുറത്ത് എന്തിനും തയ്യാറായിട്ട് ജനങ്ങൾ നിൽക്കുന്നു. അവിടെയാണ് BJP മുട്ടുകുത്തിയത്, നരേന്ദ്രമോദി മുട്ടുകുത്തിയത് ആ പ്രക്ഷോഭത്തിന് മുമ്പിലാണ്. അതായത് ജനങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏത് നടപടിയെയും ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. അതിനുള്ള ശക്തി അവർക്കുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
നിതീഷ് കുമാറിനെ പോലൊരാൾ പണ്ട് ഈ സഖ്യത്തിൻ്റെ വലിയ നെടുന്തൂണായി നിന്ന ആളാണ്. അദ്ദേഹമാണ് ഒരു ഘട്ടത്തിൽ ഈ ശക്തി 2019 തന്നെ അദ്ദേഹമാണ് ഈ സഖ്യം ശക്തമാക്കാൻ ശ്രമിച്ചിരുന്ന ഒരാൾ. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മറ്റേതൊരു പാർട്ടി നേതാവ്, പ്രതിപക്ഷത്തുള്ള ഏതൊരു പാർട്ടി നേതാവിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയോട് വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്ന ഒരാളാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം നേരത്തെ NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹം തൻ്റെ പാർട്ടിയെ മറുപക്ഷത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അതിനെതിരെയുള്ള ശക്തമായ നീക്കം നടത്തുന്ന അതിനിടയിൽ അദ്ദേഹം പോകുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്. പോകുന്നതിന് മുമ്പേ അദ്ദേഹം പറയും ഈ സഖ്യത്തെ ശക്തമായ ഒരു മുന്നണിയാക്കിയിട്ട് ഒരു ഗഡ്ബന്ധനാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല, കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നു. ഇതേ കാര്യം തന്നെ മറ്റു പല ആളുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റു പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത്, ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ല, കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏകാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വിട്ടിപ്പത് താങ്കൾ പറഞ്ഞ പോലെ ഒരു തരത്തിൽ അവർക്ക് ഏകാധിപത്യം കാണിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ അത് പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് BJPക്ക് തനിച്ച് ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ ഒപ്പം നിൽക്കണമെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം വേണം. അതിനായിട്ട് ശ്രമിക്കെങ്കിലും ചെയ്യണം. ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്ത്യ സഖ്യം ഇന്നത്തെ രൂപത്തിൽ വല്ലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഗഡ്ബന്ധൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം തെരഞ്ഞെടുപ്പില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴാണ് അവരുടെ ശരിയായിട്ട് രൂപത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവേണ്ടത്. അത് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യമാണ്. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും പഠിക്കേണ്ടത് കർഷകരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള അടിത്തറയില്ലാതെ കർഷക സംഘടനകൾ മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭം എങ്ങനെ ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലായി മാറി എന്നുള്ള കാര്യം ഒരു ഉദാഹരണമായിട്ടെടുത്ത് അതൊരു മാതൃകയായിട്ടെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടത്. അതിന് മുമ്പത്തെ ഈ നമ്മുടെ അടിയന്തരാവസ്ഥക്കാലത്തെ പ്രക്ഷോഭങ്ങൾ ഒക്കെ നമുക്കറിയാം. JPയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം അതെങ്ങനെ വിജയിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാ ആളുകളും ഇതൊക്കെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് അവകാശങ്ങൾ പോയിട്ട് നമുക്ക് തുറക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ നേരത്തെ സമ്പത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളും വെറും സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുന്നൊരവസ്ഥയാണ്. ഇവിടെ EDയുടെ ഇതുവരെയുള്ള അവർ രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നിട്ട് ശിക്ഷിച്ച കേസുകളുടെ ഒരു അനുപാതം ഈ അടുത്ത സമയത്ത് വാർത്തയായി വന്നിരുന്നല്ലോ. ഒരു കേന്ദ്ര ഏജൻസി ഇത്രയും ദയനീയമായാണ്. കാരണം കാണുന്നവരെ മുഴുവൻ പിടിച്ച് അകത്തിടുക, എന്നിട്ട് അവസാനം ശിക്ഷിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇത്ര ശതമാനം മാത്രമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിനൊക്കെ വളരെ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് ഇത് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം നേരത്തെ അജിത് പവാറിനെ പോലൊരാൾ ഏറ്റവും ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏറ്റവും വലിയ തോക്കുകളുടെ കേസ് അജിത് പവാറിനെതിരെയായിരുന്നു. പക്ഷേ അദ്ദേഹം മറുകണ്ഠം ചാടിയപ്പോഴെന്തായി? ആ കേസുകളൊന്നും ഒഴിയല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കുറേ നേതാക്കന്മാർക്കെതിരെയുള്ള BJPയിലേക്ക് കടന്ന ആളുകൾക്കൊന്നും പിന്നെ കേസുകളെക്കുറിച്ച് ഭയക്കേണ്ടാത്ത ഒരവസ്ഥയിൽ ഒന്നുകിൽ നിങ്ങൾ ഇപ്പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങളുടെ നേരെ പോലും ഇത്തരത്തിൽ ഭീഷണിയായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വളരെ കൃത്യമായിട്ടും ഇപ്പം മീഡിയ വണ്ണിൻ്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ. കുറച്ച് ദിവസം പ്രവർത്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോയതിന് കാരണം എന്താണ്? അത് മീഡിയ വണ്ണോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസ്ഥ അത് നാളെ ആർക്കും വരാവുന്ന ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴാണ് ഇത് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളല്ല, രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ തന്നെ പ്രതിപക്ഷത്ത് ഇപ്പോഴതിന് കരുത്തുള്ള കൂടുതൽ മേഖലകളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആണത് ഏറ്റെടുക്കേണ്ടത്. അതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. കാരണം പാർലമെൻറ്റിലെ ഈ പ്രശ്നങ്ങൾ അവർ ഉയർത്തുന്ന വാദങ്ങളൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയാം, അത് അങ്ങനെ ചെയ്യുക തന്നെ വേണം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പാർട്ടികളെപ്പോലും താങ്കൾ പറഞ്ഞ പോലെ JDU ഉൾപ്പെടെയുള്ള പാർട്ടികളെപ്പോലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്
ജനാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ അതിനുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വി ആർ അനൂപ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു 10-15 വർഷം മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. രാജ്യത്തെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ അഭിപ്രായം പറയുകയും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണവർ. ഇന്ന് അങ്ങനെ ഒരു സൊസൈറ്റി ഇല്ല, എവിടെ നോക്കിയാലും കാണാനില്ല. പക്ഷേ ഇല്ല എന്നതിനർത്ഥം അവരെല്ലാം മരിച്ചുപോയി എന്നല്ല, അവർ ശബ്ദിക്കാൻ ഭയപ്പെടുന്നു എന്നാണ്. ഒരർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഈ ഒരു കോസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അത്തരം ഒരു സിവിൽ സൊസൈറ്റിക്കാണ്. അങ്ങനെ ഒരു സിവിൽ മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കാനെങ്കിലും പ്രതിപക്ഷത്തിന് കഴിയില്ലേ? സിവിൽ സൊസൈറ്റി ഇല്ല എന്നതിലുപരിയായി ഈ സിവിൽ സൊസൈറ്റിയെ ദുർബലപ്പെടുത്താനും ഉള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. അത് പ്രലോഭനങ്ങൾ കൊണ്ട് പ്രകോപിപ്പിച്ചും അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെ വളരെ കൃത്യമായി സിവിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു മൂവ്മെന്റ് ഉയർന്നു വരികയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു കൗണ്ടർ മൂവ്മെന്റ് വരികയാണ് പഴയ BJP അനുഭാവികളായ ആളുകൾ. അപ്പോൾ തങ്ങളുടേതായ ഒരു സിവിൽ സൊസൈറ്റിയെ രൂപീകരിക്കാനുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത്, സിവിൽ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെ സവർണ പ്രതിപക്ഷം എന്നുള്ളതാണ്. പക്ഷെ സിവിൽ സൊസൈറ്റിയെ, പുതിയ ഒരു സിവിൽ സൊസൈറ്റി, അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഈ അധികാരത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ ഒരു നിഷ്പക്ഷത നാട്യത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സജീവൻ സാറിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിനെതിരെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ, അതിന്റെ ഉദ്ദേശത്തെ മാനിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഇത് കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഉള്ള പ്രശ്നമല്ല. ഇപ്പോ നമ്മൾ ഒരു രാഷ്ട്രീയ നൈതികതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം നയിക്കുമ്പോൾ നമ്മളുടെ എതിരാളി എത്രമാത്രം നൈതികമാണ് എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ബ്രിട്ടീഷ് മൊറാലിറ്റിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് സത്യാഗ്രഹം പോലുള്ള സമരങ്ങൾ ആവിഷ്കരിച്ചത്. ജർമ്മനിയിലെ ഹിറ്റ്ലർ ആയിരുന്നെങ്കിൽ എന്റെ സമരം വ്യത്യസ്തമാകുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സംഘപരിവാറിൽ നിന്ന് ഇത്തരം സംവാദ സംസ്കാരമോ ഇത്തരം സമരങ്ങൾ കൊണ്ടോ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സംഘപരിവാറിന്റെ സമഗ്രാധിപത്യ സ്വഭാവം നിലനിൽക്കുമ്പോൾ, അത് അപ്പുറത്തൊരു ഫാസിസ്റ്റ് ശക്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് പണിയെടുക്കാത്തത് കൊണ്ടല്ല, അത് കോൺഗ്രസിനെ നമുക്ക് വിമർശിക്കാം, പക്ഷെ കോൺഗ്രസിന്റേതല്ലാതെ പ്രശ്നം. ഇപ്പൊ കോൺഗ്രസ് കുറച്ചുകൂടി ഐക്യത്തോട് പോയിരുന്നെങ്കിൽ, പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ പരിഹരിക്കാവുന്നത്ര ലളിതമാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒരു അത്യുക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിന്റെ അടിസ്ഥാനമായ പ്രശ്നം എന്താ? ഈ പറയുന്ന സംഘപരിവാറിന്റെ ഒരു സമഗ്രാധിപത്യ ഭരണകൂട സ്വഭാവം നിലനിൽക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ചുള്ള ഏറ്റവും ഒരു വിമർശനം എന്താ? അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ കോൺഗ്രസ് ഒരിക്കലും പിൻവലിക്കാനേ പോകുന്നില്ല എന്ന് വിചാരിച്ച ആളുകളുണ്ട്. അടിയന്തരാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കും. അടിയന്തരാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും അതിനെ അട്ടിമറിക്കപ്പെടും. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഒരിക്കലും ഒഴിയില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിനകത്ത് സാധ്യമാകാൻ കഴിയാത്തത് കോൺഗ്രസിനകത്തുള്ള ഒരു ജനാധിപത്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിനകത്ത് അപഭ്രംശങ്ങളും അപവാദങ്ങളും ഉള്ളപ്പോഴും കോൺഗ്രസിന്റെ ജനിതഘടനയിൽ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ആ ജനവിധി അംഗീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നത്. പിന്നീട് അടിയന്തരാവസ്ഥയെ പോലും തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾക്ക് വരാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ജനിതകം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എത്ര അപവാദങ്ങളും അപഭ്രംശങ്ങളും ഉള്ളപ്പോഴും ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ മറിച്ച് സംഘപരിവാർ അതല്ല. സംഘപരിവാർ തുടങ്ങുന്നതേ സമഗ്ര ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് അതിന്റെ അപവാദവും അപഭ്രംശവുമാണെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ സ്വഭാവമാണെന്നേ. അപ്പോ അപ്പുറത്ത് സംഘപരിവാർ നിൽക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ഉഷാറായി കഴിഞ്ഞാൽ, കോൺഗ്രസ് അതിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെ കെട്ടുറപ്പോടെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിഷേധിക്കില്ല. കോൺഗ്രസ് ഇപ്പൊ നിതീഷ് കുമാറിന്റെ കാര്യത്തിലൊക്കെ നിതീഷ് കുമാറിനെ അങ്ങ് ചേർത്ത് പിടിച്ചാൽ, നിതീഷ് കുമാറിനെ കോൺഗ്രസ് കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളെ കുറിച്ച് അറിയാത്ത ആളുകളാണ് നമ്മൾ. ഇപ്പൊ ലാലു പ്രസാദ് യാദവിനെ പോലെ ഒരു കമ്മിറ്റഡ് ആയ രാഷ്ട്രീയം ഒരു കാലത്ത് നിതീഷ് കുമാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ നിതീഷ് കുമാർ പുറത്തു ചാടുമായിരുന്നു. അപ്പോ അത്തരം സംഘപരിവാറിനെ പോലുള്ള ആളുകൾ അതിനെ വളരെ കൃത്യമായി മാനേജ് ചെയ്യുമായിരുന്നു. പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഇങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്ത് വിദഗ്ധമായ മാനേജ്മെന്റ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ തീർച്ചയായും കോൺഗ്രസിനെ കുറിച്ച് വിമർശനങ്ങളാകാം. കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതെന്ന് പറയാം. അതിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കണമെന്ന് പറയാം. അതിന്റെ പ്രത്യയശാസ്ത്ര കെട്ടുറപ്പ് കുറച്ചുകൂടി ദൃഢപ്പെടുത്തേണ്ടതെന്ന് പറയാം. അത്തരം വിമർശനങ്ങളെ കോൺഗ്രസ് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ
കോൺഗ്രസ് അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ BJP-യെ ഇപ്പോഴത്തെ സാഹചര്യം നേരിടാൻ കഴിയുമെന്ന് പറയുന്നതിനകത്ത് വളരെ വലിയ പ്രശ്നമുണ്ട്. അത് അടിസ്ഥാനപരമായ പ്രശ്നം BJP-യുടെ സംഘപരിവാറിന്റെ സമഗ്രാധിപത്യ സ്വഭാവം തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ അത് പുതിയ നമ്മൾ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്ന ലളിതമല്ല. അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം കൊണ്ട് മാത്രം സാധ്യമാകുന്നില്ല. ഒരു രാജ്യത്തിനകത്തിന് വേറെ പുതിയ അത്തരം വലിയ കൂട്ടായ പരിശ്രമങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഡോക്ടർ സമ്പത്ത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ആരോടാണ് പോരാടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടിയന്തരാവസ്ഥകാലത്ത് പോരാടിയത് കോൺഗ്രസിനോടാണ്, ഇന്ദിരാഗാന്ധിയോടാണ്. ഇന്ന് നിങ്ങൾ പോരാടുന്നത് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയോടും ഒരു പ്രസ്ഥാനത്തോടുമാണ്. അത് ഒരു ഭരണകൂട രൂപം കൈവരിച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയോടുണ്ടായ ഒരു രാഷ്ട്രീയ പ്രതികരണം പോലും ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള സർക്കാരിനോട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? അജിംസിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് നമ്മുടെ ഈ ഒരു ചർച്ച കൊണ്ട് മാത്രം, ലെറ്റ് ഇറ്റ് ബി എ ഹംബിൾ ബിഗിനിങ് ഓഫ് ദി ബിഗിനിങ് എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. അജിംസ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതിൽ പ്രത്യേകിച്ചും നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിക്കുകയുണ്ടായി, മീഡിയ വണ്ണിനെ ശ്വാസം മുട്ടിക്കാൻ, മീഡിയ വണ്ണിൻ്റെ വായ മൂടിക്കെട്ടാനായി ഇന്ത്യൻ ഭരണകൂടം എടുത്ത നടപടികൾ മറ്റൊരു ദൃശ്യമാധ്യമത്തിനെതിരായും അത്തരത്തിൽ അവരുടെ ഒരു റിപ്പോർട്ടിനെതിരായി വന്നു. ഒരു കൂട്ടർ, ഞാൻ രണ്ടാമത് പറഞ്ഞ കൂട്ടർ മുട്ടിലിഴയാൻ പറയാൻ അല്ലേ മാപ്പ് ഇരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മീഡിയ വൺ നിയമപരമായി നേരിടാൻ തയ്യാറായി. സുപ്രീം കോടതി വരെ പോകാനായി നിയമപരമായി അതിനെ നേരിടാനായി തയ്യാറായി. ആ നിയമപരമായി നേരിട്ടുകൊണ്ടാണ് ഒരു കേരളീയരുടെ അഭിമാനം. നമ്മൾ പറയുമല്ലോ, മുട്ടിലിഴയാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളത്. ഞാൻ മറ്റ് രാഷ്ട്രീയം പറയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ് ഇപ്പോഴും പറയുന്നില്ല. കാരണം ഞാനിപ്പോൾ അനൂപ് പറഞ്ഞ കാര്യങ്ങളെ എനിക്ക് ഖണ്ഡിക്കാൻ, എനിക്ക് മറ്റു കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഖണ്ഡിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, അത് മറ്റൊരവസരത്തിലാകാം എന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ അനൂപിൻ്റെയും അതുപോലെ തന്നെ ശ്രീ സജീവൻ്റെയും ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവും. അത് അജിംസ് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പൊരു ചർച്ചയിൽ ഇങ്ങനെ സാന്ദർഭ്യമായി പറഞ്ഞു പോയി. അല്ല, ഒന്ന്, ഇന്ത്യയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ശ്രീ അശോക് ലവാസ വളരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ അദ്ദേഹം പിന്നീട് ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് റിട്ടയർ ചെയ്തതിന് ശേഷം. അദ്ദേഹം ഇത് സംബന്ധിച്ച് ബീഹാറിൽ ഇത് തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ, 2002 വോട്ടർ പട്ടിക വെച്ച് ഇതെല്ലാം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 പൊതു തെരഞ്ഞെടുപ്പുകൾ ലോക്സഭയിലേക്ക് നടന്നു കഴിഞ്ഞു. 2002 ശേഷം 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം കാലാവധി പൂർത്തിയാക്കിയ ലോക്സഭകൾ കൂടിയാണ്. ബീഹാറിലാണെങ്കിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 5 തവണ ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ആളുകളോടാണ് എല്ലാം ഒന്നേന്ന് ആരംഭിക്കുക എന്നുള്ള നിലയിലേക്ക് പറയുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ അനുച്ഛേദം 326 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങളെല്ലാം നൽകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അജിംസ് പുറകോട്ടൊന്ന് ചിന്തിച്ച് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ളതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് എടുത്ത നിലപാടെന്തായിരുന്നു? ആ പൗരത്വവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് കെട്ടാനായി ഉദ്ദേശിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് അന്ന് തന്നെ ഇത് പുറത്തു വന്നു. അച്ചം പത്തായത്തിലും ഇല്ല എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 എന്നുള്ളത് ഈ പൗരത്വമാണ്, സിറ്റിസൺഷിപ്പാണ്. ആ പൗരത്വത്തിൽ ആർട്ടിക്കിൾ 5 മുതൽ നമ്മുടെ ഈ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒരിടത്തു പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അവിടെ പ്രതിപാദിക്കുന്നില്ല എന്ന കാര്യം ഓർക്കണം നമ്മൾ. അശോക് ലവാസ പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകരും കൂടി അറിയാം. ഈ പേരുകൾ പോലും വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഇത് ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്നതാകാം. ഈ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ആളാണ്, SY ഖുറേഷി. അദ്ദേഹം പറയുന്നുണ്ട്, SY ഖുറേഷി പറഞ്ഞത് ഈ സർ പ്രോസസ് ആരംഭിച്ചതിന് ശേഷം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അതിൻ്റെ ഇംഗ്ലീഷിലാണ് അദ്ദേഹം അത് എഴുതിയത് പോലും. എ റിട്ടേൺ ടു ട്രാൻസ്പാരൻസി ഈസ് നോട്ട് ജസ്റ്റ് ഡിസൈറബിൾ, ഇറ്റ് ഈസ് നെസസറി എന്നാണ്. അതായത് സുതാര്യതയിലേക്കുള്ള മടങ്ങിപ്പോക്ക്, മനസ്സിലാവും. അപ്പോൾ സുതാര്യത ഇല്ല എന്നാണ്. സുതാര്യതയിലേക്കുള്ള മടങ്ങിപ്പോക്ക് അഭികാമ്യമാണ് എന്ന് മാത്രമല്ല, അത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളല്ല.
ഈ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഒരു മിനിറ്റ് എടുത്ത് ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുള്ള മെഷീനറി, ഇപ്പോൾ അവരുടെ കയ്യിലുള്ള മെഷീനറി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ CPM പറയുന്നു, ശരി, ഇത് ഈ ഒരു ഫ്ലോഡ് പാകപ്പിഴ പറ്റിയതായിട്ടുള്ള ആണ് എന്ന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയില്ല, അത് പോർലി പ്ലാൻഡ് ആണ്, ആവശ്യത്തിനുള്ള ആസൂത്രണം നടത്തിയില്ല, ഉദ്യോഗസ്ഥരുടെ മേലെ അത് അമിതമായ ഭാരം കെട്ടിവെക്കുന്നു, പലരും ജീവൻ എടുക്കുന്ന നിലയിലേക്ക് അവരുടേതായിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവർ ചില പാർട്ടികളുടെ ഓഫീസിലിരിക്കുകയാണ്, ആ ഓഫീസിൽ വന്ന് അവരെല്ലാവരും കൂടി ഈ ഫോമുകൾ നൽകാനാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഡിറ്റക്ഷൻ വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ തന്നെ വോട്ടർ പട്ടികയിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അവരുടെ കയ്യിലുണ്ട്. അത് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അവരിത് ഉപയോഗിക്കുന്നില്ല? അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയറിൻ്റേതായിട്ടുള്ള മൊണോപ്പൊളി എന്നുള്ള നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലേക്ക് വരാൻ എത്ര കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ വൃഥാ ചെലവഴിച്ചത്? ഇത് പ്രവർത്തിക്കാത്തതാണോ? അതല്ല ഇത് ബോധപൂർവ്വം ഉപയോഗിക്കാത്തതാണോ? ഇനി നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയും, നിങ്ങളിതെല്ലാം ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ സംബന്ധിച്ചൊന്ന് നോക്കൂ. ഈ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതും അത്തരം കാര്യങ്ങളുള്ളതാണ്. സാങ്കേതികമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതല്ല, ഉള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇതെല്ലാം ഉള്ളപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് BJP ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? ആണോ? UP-യിൽ BJP ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? അല്ല, ഇപ്പോൾ ഇവർ ബീഹാറിൽ മത്സരിച്ചത് ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ ചിലപ്പോൾ തങ്ങളുടെ എതിരാളികളായിട്ടുള്ള പാർട്ടികളെ അടക്കം പിളർത്തിക്കൊണ്ട് അതിൽ നിന്നൊരു വിഭാഗത്തെ അടക്കം എടുത്തുകൊണ്ട് അവരെ അടക്കം ചേർത്ത് പിടിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മുന്നണിയായി അല്ലെങ്കിൽ സീറ്റ് നീക്കുപോക്കുകൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. തമിഴ്നാട്ടിൽ ADMKയുടെ ഒരു ഭാഗവുമായി അവർ നീക്കുപോക്കുണ്ടാക്കി, അല്ലേ? തമിഴ്നാട്ടിൽ അത്തരത്തിലൊരു വിഭാഗവുമായി നീക്കുപോക്കുണ്ടാക്കി. ആ നീക്കുപോക്കുണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഈ വേളയിൽ തന്നെ പറയുകയാണ്, അനൂപിൻ്റെ പാർട്ടി ഞങ്ങളും അവിടെ DMK മുന്നണിയിൽ, സ്റ്റാലിൻ്റെ മുന്നണിയിലാണല്ലോ. ഡിണ്ടുഗൽ എന്ന പാർലമെൻറ്റ് മണ്ഡലം, ഡിണ്ടുഗൽ ലോക്സഭാ മണ്ഡലം SDPIയുടെ സ്ഥാനാർത്ഥിയാണ് ADMKയുടെ മുന്നണിയിൽ മത്സരിച്ചത്. ആരാ പിന്തുണ കൊടുത്തത്? BJP ആണ് പിന്തുണ കൊടുത്തത്. അറിയണം എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇതൊരു വളരെ ലാഘവബുദ്ധിയോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാം നേരെ പോ എന്നുള്ള നിലയിലേക്കല്ല. പല രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ കാലത്ത് ഈ ഒരു 30-35 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന സോ കോൾഡ് റീജിയണൽ പാർട്ടീസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു പ്രാദേശിക പാർട്ടികൾ നമ്മൾ പറയുന്നത് തന്നെ ശരിയല്ല എങ്കിൽ പോലും, ഇപ്പോൾ മലയാളം പോലുള്ള ഭാഷകളെല്ലാം ഉത്തരേന്ത്യക്കാർ പറയുക റീജിയണൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ക്ലാസിക്കൽ ഭാഷയായിട്ടുള്ള മലയാളം റീജിയണൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ആരാ പറയുക? ഹിന്ദിക്കാരാ പറയുക. ഹിന്ദി ഭാഷയ്ക്ക് ഉറുദു ഭാഷയുടെ പാരമ്പര്യം പോലും ഇല്ല. അവരാണ് അത്തരത്തിൽ അവിടുത്തെ മീഡിയക്കാർ പറയുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ചർച്ച തുടരണം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ജനാധിപത്യ അഭംഗുരം തുടരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പാർലമെൻറ്റും പഞ്ചായത്തുകളുമെല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ആ സമ്മതിദാന അവകാശത്തിൻ്റെ അതിൻ്റെ ആ വിനിയോഗിക്കുന്ന വേളയിൽ മാത്രമേ നമ്മളെല്ലാവരും സമന്മാരാവുന്നുള്ളൂ. അജിംസെ, ജനനം മുതൽ മരണം വരെ നമ്മളെല്ലാവരും ഒരു കാരണവശാലും ഇപ്പോഴും സമന്മാരല്ല. ലോകത്തൊരിടത്തും സമന്മാരല്ല. ഈ വോട്ടവകാശത്തിന് മുമ്പിലാണ്. അവിടെയാണ് കത്തിവെക്കുന്നത്. 1%-ന്റെ കയ്യിൽ 40% സമ്പത്ത് പോലെ അധികാരം മനസ്സിലാവുന്നത്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, പാർലമെൻറ്റിനെ ഉപയോഗപ്പെടുത്തുക, തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുക, ജനങ്ങളോട് സംസാരിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക. ഇതാണ് ഇത് ചെയ്യുന്നത് ആരോടാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിങ്ങൾ പാർലമെൻറ്റിൽ എത്ര വേണമെങ്കിലും സംസാരിച്ചോ, നിങ്ങൾക്ക് സമയം തരാം. ഞങ്ങൾ വേണമെങ്കിൽ 2 ദിവസം വോട്ടുചെയ്തിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ എന്ന് വേണമെങ്കിൽ ഈ ഭരണകൂടം പറയും. നിങ്ങൾക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചോ, അതൊക്കെ പറഞ്ഞോ. അത് സംപ്രേഷണം ചെയ്യുന്ന അച്ചടിക്കുന്ന മാധ്യമങ്ങൾ അതൊക്കെ ചെയ്തോളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. രാഹുൽ ഗാന്ധിയൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് ഇന്ന് നിഷികാന്ത് ദുബെ BJP നേതാവ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ കിടന്ന് പറഞ്ഞോ, അത് ഞങ്ങൾ കേട്ടോളാം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നെഹ്റുവിനെ പറ്റി പറഞ്ഞോളാം. ഇത്ര സില്ലിയായിട്ട് ഈ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ഭരണകൂടത്തോടാണ് ഇന്ത്യ സഖ്യം പോരാടുന്നത്. ഇങ്ങനെ മതിയാവുമോ? ഈ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ തന്ത്രം തന്നെ അതാണ്, അവഹേളിച്ച് നിർത്തുക, ഒന്നുമല്ല എന്ന് പറയുക. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പരമാവധി അവഹേളിക്കുന്ന രൂപത്തിൽ, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ മുൻനിരയിലുള്ള നേതാവായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധിയെ കിട്ടാവുന്ന അവസരങ്ങളിൽ മുഴുവൻ അവഹേളിക്കുക എന്ന് പറയുന്നത് അതൊരു തന്ത്രമാണ്.
അവർ ഈ അവഹേളിക്കുന്നത് വെറുതെ തമാശയ്ക്ക് ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് അവഹേളിച്ച് നിർത്തുക, നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് വരുത്തുക. അവിടെ പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം അനൂപ് പറയുന്ന പോലെ നമ്മൾ എതിരാളിയുടെ ഇപ്പം BJPയുടെ നൈതികത ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് അവർ പണ്ട് കോൺഗ്രസിനെ പോലെയല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ്സിന് നൈതികത ഉണ്ടായിരുന്നു, BJPക്ക് ഇപ്പോൾ നൈതികതയില്ല, അതുകൊണ്ട് ഇത് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ചർച്ച നടത്തിക്കൊണ്ട് മാത്രം കാര്യം, അത് എവിടെയും എത്തില്ല എന്നാണ് അനൂപ് തന്നെ പറയുന്നത്. അപ്പോൾ അത് സത്യത്തിൽ എന്താണ് വേണ്ടത്? ഈ പാർലമെൻറ്റിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഈ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഞാനിപ്പോഴും അജിംസ് പറഞ്ഞ ഇതിനാണ്, മറുപുറത്തുള്ള ആളുകളെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രം. അതാണ് ഈ ബീഹാറിൽ ഉൾപ്പെടെ BJP ചെയ്തത്. അതായത് മറുപക്ഷത്തേക്ക് പോയ നിതീഷ് കുമാറിനെ ഉൾപ്പെടെ ഇപ്പുറത്തേക്ക് തന്ത്രപരമായിട്ട് കൊണ്ടുവന്നു. ഏറ്റവും ശക്തമായിട്ട് നരേന്ദ്രമോദിയെ എതിർത്തിരുന്ന ആളല്ലേ നിതീഷ് കുമാർ, അദ്ദേഹത്തെ പുറത്ത് കൊണ്ട്. അങ്ങനെ എല്ലാ ഘട്ടങ്ങളും മഹാരാഷ്ട്രയിലാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും അവരൊറ്റയ്ക്കല്ല, അവരെ ഇന്ന് ഒപ്പം നിർത്തിയിട്ട് കുറേ ആളുകൾ ഇപ്പോൾ കൊണ്ടുവന്ന് അവർക്ക് അധികാരം ഉറപ്പിക്കാവുന്നൊരവസ്ഥ കൊണ്ടുവരുന്നു. ഇപ്പോൾ തന്നെ ബീഹാറിൽ നോക്കൂ, നേരത്തെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അവർ മുന്നോട്ടേക്ക് പോയി. അവരിങ്ങനെ ഒപ്പം നിർത്തി ചോര വലിച്ചെടുത്തിട്ട് വളരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളെ ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കും, അത് രാഷ്ട്രീയ പാർട്ടികൾ, അതിലല്ലെങ്കിൽ ED പോലുള്ള ഈ ചട്ടങ്ങൾ അവരുടെ കോടാലി കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കും. ഇതൊന്ന്. രണ്ടാമത്തേത് ഇങ്ങനെ അപഹസിച്ച് വിടും. പക്ഷേ അപ്പോഴൊക്കെ ഇവർക്ക് നൈതികതയില്ലാത്തവരാണ്, അതുകൊണ്ട് നമ്മളവരെ എതിർക്കുന്നത് വലിയ കാര്യമില്ല എന്ന് വിചാരിച്ച് മാറി നിന്നാൽ, ഇപ്പോൾ നമ്മളിവിടെ പോലും അത് ചർച്ചയായിട്ട് കാര്യമൊന്നുമില്ല ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാവുന്നതേ. അങ്ങനെ ചെയ്താൽ മതിയോ? ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്കെങ്കിലും വരേണ്ടതുണ്ട്. ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഏകാധിപത്യത്തിലേക്കുള്ള വളരെ വേഗത്തിലുള്ള കടന്നുപോക്കാണുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പാർട്ടി ഒരു രാജ്യം എന്ന രീതിയിലേക്ക് വരുന്ന ഒന്നാക്കി മാറ്റിയെടുക്കലാണ് ലക്ഷ്യം. അതിന് മാറ്റിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ പോരാട്ടത്തിന് നമ്മൾ പ്രാപ്തരാകുന്നത്. പണ്ട് ഗാന്ധി പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർക്ക് നൈതികത ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് നമ്മളെ തന്നെ മൂല്യം കുറച്ച് കാണിച്ച് നമ്മളെ തന്നെ ബലഹീനരായിട്ട് കണ്ടിട്ട് പിന്നീട് പിറകോട്ട് പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുണ്ടാവരുത്. ശബ്ദം എത്രമാത്രം ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തുക. എവിടെയൊക്കെ പ്രക്ഷോഭം നടത്താൻ പറ്റുമോ അവിടെയൊക്കെ പ്രക്ഷോഭം നടത്തുമ്പോഴാണ് ഞാൻ അതുകൊണ്ടാണ് സഖ്യത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ രാഹുൽ ഗാന്ധിയുടെയോ കുറേയധികം സിവിൽ സൊസൈറ്റിയുടെയോ കുറേ സാംസ്കാരിക നായകരുടെയോ ആധി മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെ ആധിയാണ്. ആ ആധി മുഴുവൻ പൗരന്മാരുടേതുമെങ്കിൽ ആ മുഴുവൻ പൗരന്മാരും ഈ ആധിക്കെതിരെ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടതുണ്ട്. നന്ദി ശ്രീ സജീവൻ, ശ്രീ VR അനൂപ്, ശ്രീ സമ്പത്ത്, ഇത്രയും സംസാരിച്ചതിന്